നമസ്കാരം. ജമ്മു കാശ്മീരിലാണ് ശ്രീനഗറിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ദാൽ ഗേറ്റിൻ്റെ അടുത്താണ്. ഇവിടെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിക്ക് വന്നിട്ട് റൂമൊക്കെ എടുത്തത്. ഇവിടുത്തെ ഒരു കാഴ്ച കാണണ്ടേ, ഇതൊരു ലേക്കാണ്. ഇതുണ്ടല്ലോ ഫ്രീസായി, ഇതിന് അനങ്ങൂല, ഇതിന് വെള്ളം അനങ്ങൂല. ഇത് ഇവിടുത്തെ വെതർ നോക്കിക്കഴിഞ്ഞാ -1 ഡിഗ്രി അത്രയാണ്. പിന്നെ നമ്മുടെ വെള്ളത്തിനെ ഐസാക്കണ്ട അത്ര രീതിയിലുള്ള തണുപ്പാണ് ഇവിടെ. എന്റെ വായിന്നൊക്കെ പുകവന്നാണ്. എന്താ പറയുക, ഇതില്ലേ ഈ വെള്ള പോലെ കാണുന്നില്ലേ, ഇത് സ്നോയാണ്. കാരണം ഇതിലധികം ചവിട്ടി കഴിഞ്ഞാൽ നമ്മളിവിടെ വീഴും. അപ്പോൾ നമുക്ക് ഇതൊന്ന് തൊട്ട് കാണിക്കണ്ടേ, ജസ്റ്റ് ഒന്ന് മെല്ലെ ഇറങ്ങിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തൊട്ട് കാണിച്ചു തന്നാലല്ലേ നിങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ ഇത് ഫ്രീസാണോ അല്ലയോ എന്ന്. ദേ കണ്ടാ പൊട്ടുന്നുണ്ടാ, അടിപൊളി. ഇരുന്നോട് അല്ല, ഇതെടുത്തിരുന്നു ജസ്റ്റ് കൈകൊണ്ട് തട്ടിയാൽ മതി. ഇത് പൊട്ടില്ല, നല്ല ടൈറ്റ് ഉണ്ട്. അവിടെ അത് പൊട്ടി. അവിടെ അതൊക്കെ അവിടെ നിന്ന് ഇനിയിപ്പോ മൂവിയുടെ കുറച്ച് പണിയാണ്. പിന്നെ ഇവിടത്തെ ഒരു നല്ലൊരു ഇത് കണ്ടതാ, കിടിലം വൈബാണ് കേട്ടോ. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ തലയൊക്കെ വേദനെടുക്കുന്നല്ല, എന്തിട്ടാലും കാര്യമൊന്നുമില്ല. ഇല്ല, അതുകൊണ്ട് തലക്ക് ഇതൊക്കെ മര്യാദക്ക് ഇടണം. കാരണം കൈയൊക്കെ കണ്ട ഗ്ലൗസ് ഇല്ല കേട്ടോ. ഗ്ലൗസ് നമ്മൾ വാങ്ങിക്കാൻ മറന്നുപോയി, അതാണ്. അതെ, ഭയങ്കര ഇതാണ്. വേറൊരു കാര്യമുണ്ട്, ഈ ഞങ്ങളിപ്പോ വീഡിയോ എടുത്തോണ്ടെങ്കിൽ ജനുവരി മാസം ലാസ്റ്റ് ആണ്. സത്യം പറയാണ്ടല്ലോ, ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രീനഗറിലത്തെ ഈ ഒരു മഞ്ഞിന്റെ അവസ്ഥ ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്. ഇതിനേക്കാളും, അതായത് മൊത്തം മഞ്ഞു മൂടി കിടക്കേണ്ട ഒരു അവസ്ഥയാണ് വേണ്ടത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, കാലാവസ്ഥാ വ്യതിയാനം എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അപ്പം എന്താ പറയാ, ഇവിടെ ഇപ്പൊ എന്താ പറയാ സ്നോഫാളൊന്നും ഇല്ല. പക്ഷെ ഞങ്ങളിപ്പോ ഇവിടെ അധിക ദിവസമൊന്നും താമസിക്കുന്നില്ല. അപ്പം ഇനി ഒരു അപ്കമിങ് 1-2 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ സ്റ്റേ അടിക്കായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ പറ്റൂല. ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് മിക്കവാറും സ്നോഫാളിനുള്ള ഒരു ചാൻസ് ഉള്ളൂ. പക്ഷെ അതുവരെ നമുക്ക് ശ്രീനഗർ നിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ശ്രീനഗറിന് പിന്നെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്കൊക്കെ ട്രെയിനൊക്കെ നമ്മൾ ഒരു 1.5 മാസം മുന്നേ, 1 മാസം മുന്നേ ഒക്കെ ബുക്ക് ചെയ്താ. കാരണം നിങ്ങൾക്ക് അറിയാം ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടൂല. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റൂല. അതെ, ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടിട്ട് ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. എന്തായാലും അടിപൊളി. ഇനിയിപ്പോ ഞങ്ങള് റൂമൊക്കെ എടുത്തത് കാണണ്ടേ, ഞങ്ങൾക്ക് ഇനി അവിടെ പോയിട്ട് ആ ഒരു റൂമിലൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. രാവിലെ ഇന്നലെ രാത്രിക്ക് തന്നെ ഓൾറെഡി ഏകദേശം കുറേ പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ സ്നോ വീണിട്ടില്ല. അവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്, അതിൻ്റെ മേത്ത് നല്ല രീതിയിൽ സ്നോ വീണിട്ടുണ്ട്. അതൊക്കെ കാണാം. ഒരു നവി പറഞ്ഞ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഇത് മൊത്തം മഞ്ഞിൽ മൂടും, ഈ ഒരു ഭാഗം മുഴുവൻ. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്താ പറയാ ഫ്രീസായി കിടക്കുന്ന ഒരു ലേക്ക് കാണുന്നത്. എന്തായാലും അടിപൊളിയായി. പിന്നെ ഇവിടുത്തെ മെയിൻ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവരാണ് കേട്ടാ. ഒന്നും ചെയ്യൂല, പാവങ്ങളാണ്. ഞങ്ങൾ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ വന്നത്. പിന്നെ ഞങ്ങൾ ഈ താമസിക്കുന്ന ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് തന്നെ ഡോർമെട്രി ഉണ്ട്. ഒരാൾക്ക് 24 മണിക്കൂറിന് 200 രൂപയാണ് ഇവിടെ ആവുന്നത്. അത് നമ്മുടെ ദാൽ ലേക്കിൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി അന്വേഷിച്ചാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഞങ്ങൾ റൂം എടുത്തത് 800 രൂപക്കാണ്, നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുമ്പോൾ ഇവിടെ ചീപ്പായിട്ട് കിട്ടൂലെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ തണുപ്പ് സമയത്തുണ്ടല്ലോ ആ ഒരു ചീപ്പ് റേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ അതിനുള്ള പ്രൊട്ടക്ഷൻ ഉള്ള സംഭവം, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഹീറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് പറഞ്ഞാൽ ഹീറ്റിംഗ് ആയിട്ടുള്ള ബെഡൊക്കെ ഉള്ള ഒരു റൂമാണ് നമ്മൾ എടുത്തിട്ടില്ല. അതുണ്ടായിട്ട് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും സാഹചര്യമാണ്. അപ്പോൾ ഡോർമെട്രി ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, 200 രൂപയുള്ള ചീപ്പാണ്. പിന്നെ ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു വണ്ടീൻ്റെ മേലെ ചെറിയ രീതിയിലുള്ള സ്നോയൊക്കെ ആയത് കാണണ്ടേ. ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, പിന്നെ ഒരു സാൻഡ്രോ കാറും ഉണ്ട്. ആ വണ്ടീൻ്റെ മുകളിൽ കണ്ടോ, ഈ വെള്ള പോലെ കാണുന്നത് പൊടിയൊന്നുമല്ല, സ്നോയാണ്. ദേ ഇവിടെ കണ്ട, ഇത് സ്നോയാണ്. ഇതിന് വേണം നമുക്ക് എന്തെങ്കിലും എഴുതിയൊക്കെ വെക്കാം. പക്ഷേ വേണ്ട, നമ്മളെ വണ്ടി അല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരെ വണ്ടിയൊന്നും ഒന്ന് ആക്കി വെക്കരുത്. അപ്പോൾ ഇത് മൊത്തം സ്നോ തന്നെയാണ്. തൊട്ടാ മനസ്സിലാവും. ഇതുണ്ടാ കൈ മരവിച്ച് ഗ്ലൗസ് ഉണ്ട്. ആ ഒരു ഭാഗത്തേക്ക് മുഴുവൻ കോടയായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ റൂം എടുത്തത് ഈ ഒരു ഭാഗത്തോട്ടാണ്. അതിനിപ്പോൾ നേരെ ഇവിടെ നടന്നോ ഒരു 400 മീറ്റർ ഇതിനുള്ളിലൂടെ നടന്നു പോകണം. നല്ല രസമാണ്. വഴിക്കൊക്കെ പൊട്ടികളുണ്ടാവും. ശരിക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് കാശ്മീരിൽ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ദാൽ ഗേറ്റിൻ്റെ ഇവിടെ നിന്നത്. ഞങ്ങൾ കാശ്മീർ യാത്രയൊക്കെ പോകുന്ന സമയത്ത്, അതായത് ലഡാക്ക് യാത്രയെല്ലാം നടത്തിയ സമയത്ത് ഞങ്ങൾ ദാൽ ലേക്കിൻ്റെ അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത്. അവിടെ ഞങ്ങൾക്ക് ചീപ്പ് റേറ്റ് പണ്ടൊക്കെ റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഇത്രയൊന്നും പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. ഇത് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സാധനമൊന്നും ആ റൂമിനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. കുറച്ച് പ്രൈസ് കൂടുതലായാലും ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നേരെ ഇങ്ങോട്ട് വന്നത്. അതുപോലെ
ഇവിടെ ഉള്ളവര് ധരിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? ആ അതെ, ഈ ഒരു ടൈപ്പ് ഡ്രസ്സാണ് ഇത്. ഈ ഒരു കാശ്മീരി ഈ ഒരു ഭാഗത്തെല്ലാം ഉള്ള ഒരു ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും ഇടണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ എന്തായാലും ഇടുന്നില്ല. കാരണം ഇതന്നെ ഇട്ട് നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ അതിട്ട് നിൽക്കും? വേണ്ട, നമ്മൾ മുമ്പിൽ 2 പോകുന്നുണ്ട്. ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തോടെയാണ് പോകുന്നത്. വേണ്ട, നമ്മൾ നോക്കും, തുറിച്ച് നോക്കിയെന്ന്. നമുക്ക് നേരെ ഇവിടുന്ന് ആരും ഇല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, രാവിലെ ഒരു പട്ടിയേറ്റ് വന്ന് കഴിച്ചാൽ തീർന്ന്, അതോടെ തീർന്ന്. വീണാലും മൊത്തം നമുക്ക് ഈ തണുപ്പ് സമയം എങ്ങനെയാണ്, വീണാലും നമ്മൾ തോല് പോയി കഴിഞ്ഞാൽ തന്നെ അയ്യോ, ഇപ്പൊ ജസ്റ്റ് കയ്യെന്നിട്ട് വീടിട്ട് ഇങ്ങനെ ജസ്റ്റ് അരക്കുമ്പോൾ തന്നെ കയ്യോ എന്തൊരവസ്ഥയോ, ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ എത്തിയില്ല കേട്ടോ, കുറച്ചുകൂടെ പോകാനുണ്ട്. രാവിലെ അതോ പ്രശ്നമില്ല, വരട്ടെ. രാവിലെ ഉറങ്ങിയിരിക്കാൻ എല്ലാരും ലേറ്റ് ആവുന്നുണ്ട്. പണി വാട് പോയി പുറകിലേ ഇരുന്നിട്ട് ഇങ്ങോട്ട് 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 ഈ വഴി ഏകദേശം എത്തി. ഇത് ഈ ഒരു വളവും കൂടെ കഴിഞ്ഞാട്ടായി. ടിന്നിട്ടിട്ടാ ഉള്ളത്. ഇല്ലടാ, അവൻ പോയിടാ. നമ്മൾ താമസിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. തുറന്നോ തണുപ്പായിട്ട് പറയാനും പോലും പറ്റുന്നില്ലല്ലോ. ഇപ്പൊ അവിടം വരെ പോയതേ ഇല്ല, അപ്പോഴത്തേക്ക് എന്തോ ഒരു അവസ്ഥയായല്ലേ. കൈയാണ് മെയിനായിട്ട്. ഈ ഗ്ലൗ ഇല്ലാത്തതുകൊണ്ട് ഫോൺ പിടിക്കാനൊന്നും പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. നേരെ അകത്തോട്ട്. ശ്രീനഗറിൽ ഞങ്ങൾ എടുത്ത റൂം ഇതാണ്. പിന്നെ ഇതൊക്കെ അലങ്കോലമായിട്ടുണ്ടാകും, കാരണം ഞങ്ങൾ രാത്രിക്ക് യൂസ് ചെയ്തതാണ്. കാരണം ഇത് നല്ല ഹീറ്റിംഗ് ബെഡാണ്, കാരണം ഹീറ്റർ ഉണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതെ, ഹീറ്റും ബ്ലാങ്കറ്റ് ആണ്. കാരണം അതിന്റെ ഈ പറയുന്ന സ്വിച്ചും സംവിധാനങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇത് ഫുള്ള് ഹൈ ആയിട്ട് വെക്കാതെ കിടക്കാൻ പറ്റില്ല. ഞങ്ങൾ രാത്രി കിട്ടി രാവിലെ വരെ അത് ഇട്ടിട്ട് പോലും എന്താ പറയാ, തലയുടെ സ്ഥലത്തൊക്കെ ഭയങ്കര തണുപ്പ്. അപ്പം അതിനകത്ത് ഹീറ്റർ ഉണ്ട്. അല്ലേ, ടോയ്ലറ്റും ബാത്റൂമിന്റെ അകത്തെല്ലാം ഹീറ്റർ ഉണ്ട്. എന്നാലും ഇത് ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബഡ്ജറ്റായിട്ട് വന്നാലും ഈ പൈസ കുറക്കാൻ വേണ്ടി നിങ്ങൾ ചീപ്പായിട്ടുള്ള റൂം എടുത്താൽ രാത്രിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് പൈസ കൊടുത്താലും ഇതുപോലുള്ള റൂമിൽ എടുത്താലും കുറച്ചും നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റും. മനു ആദ്യം നേരത്തെ ഒരു ഡോർമെറ്ററി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ അവിടെ പോയി ഡോർമെറ്ററി നോക്കി. 200 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഞങ്ങൾ അവിടെ താമസിക്കാൻ തന്നെയാണ് നിന്നിട്ടുണ്ടായത്. കാരണം രാത്രി തണുപ്പുള്ളപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും രാത്രിക്ക് നമുക്ക് ഇവിടെ കിടന്നാൽ ശരിയാവില്ല പറഞ്ഞു. അത് ഹീറ്റില്ല സാധനമൊന്നും അല്ല, അത് ജസ്റ്റ് നേരത്തെ ഇങ്ങനെ സംഭവമാണ്, ഒരു ബെഡ് പോലത്തെ വിരിച്ചിട്ട്. അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇതേ പോലെ വലിയ പുതപ്പ് വെച്ചാൽ ഒക്കെ ഉണ്ട്, പക്ഷെ ഇത്ര വലിയ സംവിധാനങ്ങളൊന്നും ഇല്ല. അതിൽ കേറുമ്പോ തന്നെ ഒരു ഭയങ്കര തണുപ്പ്. അതാണ് മനു പറഞ്ഞു, എടാ നമുക്ക് വേറെ ഒരു റൂം സിംഗിളായി നോക്കാം, കുറച്ചുകൂടെ പൈസ കൂടിയത് നോക്കാം. കാരണം 100-100 രൂപ 200 രൂപ കൂടിയായാലും നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷൻ നോക്കാമല്ലോ. നോക്കിയത് ബഡ്ജറ്റ് ഒക്കെ വരുന്നവർ അങ്ങനെയാണ്. പക്ഷെ വേറെ ഈ തണുപ്പല്ലാത്ത സമയത്ത് അതൊക്കെ ഓക്കെയാണ്. ഇനിയിപ്പോ നിങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യില്ല കേട്ടോ, കാരണം നിങ്ങൾ ബാഗ് എടുത്തിട്ട് തന്നെ പോലെ. കാരണം നമുക്ക് ഇനിയിപ്പോ കുറച്ച് ഭാഗത്തേക്കൊക്കെ പോകാനുണ്ട്, ലാൽ ചൗക്ക് ഭാഗത്തേക്കൊക്കെ പോകണ്ടേ. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോ ചെക്കൗട്ട് ചെയ്തെടുക്കുക. കാരണം രണ്ടാമത് ഇനിയിപ്പോ ആദ്യം ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് ദുഷ്കരമാണ്, തണുപ്പത്ത് എല്ലാം ഉണ്ടോന്ന് തന്നെ ആദ്യം നോക്കുക. കാരണം എന്തെങ്കിലും മിസ്സായിരുന്നു പിന്നെ രണ്ടാമത് തിരിച്ചു വലിയ ബുദ്ധിമുട്ടാണ്. ആ കുപ്പി വെള്ളം അടക്കി ഇതിന്റെ അകത്ത് വെച്ച് ചൂടാവാൻ വേണ്ടി പുറത്ത് വെച്ച് തന്നെ ഐസാവുന്ന രീതിയിൽ ആവുന്നത്. കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ പറഞ്ഞല്ലോ, എല്ലാം ഓക്കെ അല്ലേ. ഫോൺ ചാർജ് ചെയ്യേണ്ട ആവശ്യം, അതായത് ഐഫോൺ ചാർജ് ആവുന്നേയില്ല. ഐഫോൺ ഞാൻ 1 മണിക്കൂർ ഇട്ടിട്ട് 10% പോലും ആവുന്നില്ല. എന്നിട്ട് രണ്ടാമത് ഇവിടെ ഇത് നല്ല ചൂടുണ്ടല്ലോ, ഇതിൽ കുറച്ചു നേരം വെച്ചിട്ട് അവിടെ കുത്തിവെച്ചു. അവിടെ കുത്തിവെക്കുമ്പോഴാണ് പിന്നെയും പെട്ടെന്ന് ചാർജ് ആയത്. ലേറ്റ് ആണ് ഇറങ്ങാൻ. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങി. ഇനിയിപ്പോ ഇവിടുന്ന് തിരിച്ചിറങ്ങേണ്ട കാര്യം ഓർക്കുമ്പോഴാണ് ദൈവമേ, നടന്നിട്ട് ഇനി തണുപ്പിലൂടെ എങ്ങനെയാ പോവാ. ആ ഗേറ്റ് അടിച്ചേക്കെ. സ്റ്റേ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നല്ലേ നവി? നല്ല സ്റ്റേ ആയിരുന്നല്ലേ. ഇനിയിപ്പം നേരെ ഇത് വഴി പോവാ. ആദ്യം ഇത് എത്രണ്ണാന്ന് നോക്കിയേ, എൻ്റെ മുന്നിൽ തന്നെ ഒരു ഗ്യാങ്ങാണുള്ളത്. 1 2 3 4 5 എണ്ണം. നമുക്ക് എസ്കോട്ടാണ്, VIP കളല്ലേ നമ്മളാ ഒരു റോഡിൻ്റെ അവിടെ എത്തി. നേരത്തെ ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെ തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് റൈറ്റ് ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ബോട്ടിങ് വേണോന്ന് അവർ ചോദിക്കുന്നുണ്ട്. ചീപ്പ് പ്രൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വേണ്ട. ഈ ഒരു വഴി നടന്നു പോകാൻ എന്താ രസം. ഇതുണ്ടോ, ഇതാണ് ബോട്ടിങ് പറയുന്നവർ. നമുക്കിത് ഈ കാണുന്ന വഴിയാണ് നടന്നിട്ട് പോകേണ്ടത്. ആ ഫ്രീസ് ആയിട്ടില്ല ഒരിത്
ഇതാണ്. എന്തായാലും നല്ല വഴി. തെന്നുന്നുണ്ട് കേട്ടോ, തെന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിക്ക് ഇതുവഴിയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ആ സമയത്ത് ലേറ്റൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഈ ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് ജമ്മു, ഒന്ന് ശ്രീനഗർ. ഈ വിന്റർ സമയത്ത് ക്യാപിറ്റൽ ജമ്മു ആണ്, സമ്മർ സമയത്ത് ക്യാപിറ്റൽ ശ്രീനഗർ. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം വിന്റർ സമയമാണല്ലോ, ഇപ്പൊ ജമ്മു ആണ്. ഇതിന്റെ അകത്തൊക്കെ സ്റ്റേ ഉണ്ടാവില്ലേ? പിന്നെ ഇതൊക്കെ വീടുകളല്ലേ. എന്തായാലും നല്ലൊരു രസമാണ്. നല്ലൊരു ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നടന്നു പോകാൻ അടിപൊളിയാണ്. നമുക്ക് പിന്നെയും പ്രശ്നമില്ല, ഈ ജാക്കറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഇത് ഉള്ളതുകൊണ്ട് ഇവിടെ തണുപ്പൊന്നുമില്ല. പിന്നെ ആ ഗ്ലൗ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ഷിക്കാരായൊരു വള്ളങ്ങളുണ്ട്. അതുകൊണ്ട പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. കാരണം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, എന്തായാലും ഒരു നല്ലൊരു പ്രൈസിൽ വിളിക്കും. കാരണം അത് ഇളക്കിയോണ്ട് ഇപ്പോൾ അവിടുന്ന് ഒരു 2 എണ്ണം ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അവിടുത്തെ ആ ഫ്രീസ് ആയിട്ടുള്ള റിലീസായി പോയി. കാശ്മീരിൽ തന്നെ ഏറ്റവും, അതായത് ശ്രീനഗറിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ദാൽ ലേക്ക്. അടിപൊളിയാണ്. നമ്മുടെ കീർത്തി അക്കര സിനിമയിലത്തെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. അതുപോലെ തന്നെ ശ്രീനഗർ എത്തിയാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ഇത് തന്നെയാണ് ഇതിലത്തെ ഷിക്കാര റൈഡ്. അതെ. ദാൽ ലേക്കിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗം വരുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് നേരെ മുകളിലോട്ട് കയറിയിട്ട് തന്നെ നടന്നിട്ട് പോവാം. ഞങ്ങൾ ആ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടി മാത്രം അങ്ങോട്ട് ഇറങ്ങിയത്. ഇത് കണ്ട 2 ഇത് വരുന്നുണ്ട്. ഒന്നും കൂടെ വരുന്നുണ്ട്. ആ ഒരു ഇത് വരുന്ന ഭാഗത്ത് മാത്രം ആ ഫ്രീസ് അല്ലാതെ ബാക്കി മൊത്തം ഫ്രീസാണ് ഈ സൈഡിൽ മൊത്തം കാണുന്നത്. എന്താ അല്ലേ, ഇത് വരുന്നത് തന്നെ കാണാൻ നല്ല ലുക്ക്. ആ ഒരു വഴി പോലെ ആക്കി വെച്ച്. അപ്പോൾ അത് പോട്ടെ, നമുക്ക് ഇത് വഴി ഇതിലൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഈ ചേട്ടൻ ഇവിടെ ഐസ് പൊട്ടിക്കുന്നുണ്ടോ? മൊത്തം ഐസായിട്ടില്ലേ, ആ ഒരു ഭാഗത്തേക്കൊക്കെ ഉണ്ട്. എന്താ അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കും ദാൽ ലേക്കിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് ഇന്നൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. എന്താ ഒരു വൈബ്. വേണ്ട, ഇവിടെ മൊത്തം ഫ്രീസായിട്ടാണുള്ളത്. അതിലൂടെ ഒരിത് പോകുന്നതാണ്ട, അതിങ്ങനെ തട്ടിട്ടാ പോകുന്നത്. കളഞ്ഞിട്ട് തന്നെയാ പോകുന്നത്. കേട്ടാ അവിടെ എവിടെയൊക്കെ ഉണ്ടതാ, ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ലാൽ ചൗക്കിൻ്റെ അവിടത്തേക്ക് ഒരു ഓട്ടോ ആക്കി പോവാം. കാരണം രാവിലെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് പോകാനുണ്ട്, 4 കിലോമീറ്റർ പോകാനുണ്ട്. കേട്ടോ, നല്ല ഡോറൊക്കെ ഉള്ള വണ്ടിയാണ് ഇത്. എൻ്റെ ഒരു ബാഗ് ഉണ്ട്, അതെടുത്തിട്ട് അകത്തേക്ക് വെക്കുമെന്ന് നോക്കി. ഇപ്പോൾ ഇതിലോട്ട് കയറാം. യെസ്, ഇതിങ്ങനെയാണ്. ഇതിവിടെ ഇതാക്കണം. അപ്പോൾ സെറ്റായി. കണ്ടാ, ഇവിടെ കുത്തി വെക്കണം. അടിപൊളി ഓട്ടോറിക്ഷ. പക്ഷെ എന്നാലും തണുപ്പ് വരുന്നുണ്ട് റെയിലേക്ക് കൂടെയൊക്കെയോ. ദാൽ ലേക്കിൻ്റെ ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗത്തേക്ക്. ഇതാ നല്ല റോഡാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വണ്ടികളൊന്നും ഇല്ല. ആർമി വണ്ടികളാണ് കൂടുതൽ, CRPF ഒക്കെ. അതറിയാലോ. പിന്നെ കാശ്മീരിൽ എന്തായാലും ആർമി വണ്ടീസ് തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. ലാൽ ചൗക്കിൻ്റെ ഇവിടെ ഓട്ടോ ഇറങ്ങി 100 രൂപയാണ് ആയത് കേട്ടാ. നവീൻ പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ ഒരു ഇല്ലൊരുത്താൻ പോകുന്നതാ. 100 രൂപ. ഇപ്പോൾ ചേട്ടൻ പോയി. 100 രൂപ കറക്റ്റാ അല്ലേ? നല്ല ചേട്ടനല്ലേ? നല്ല ചേട്ടനല്ലേ? നല്ല ഫ്രണ്ട്ലി ആയിരുന്നല്ലേ? അതെ 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 അതെ. ഈ കടകളൊന്നും തുറന്നിട്ടില്ല, രാവിലെ ആയതുകൊണ്ട് ഷോപ്പ് തുറക്കാൻ കുറച്ച് വൈകും. ലാൽ ചൗക്കിന്റെ ഒരു മെയിൻ ഭാഗമൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ അയ്യോ, ഇവിടത്തോട്ട് പോകാൻ പറ്റില്ലല്ലോ.
മെയിൻ പ്രശ്നമാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് തന്നെ പോവാം. ഈ റോഡ് മുറിച്ച് കിടന്നിട്ട് നമുക്ക് പോവാം, ആ ഒരു ഭാഗത്തോട്ട് പോവാം. ലാൽ ചൗക്കിൻ്റെ മെയിൻ ഒരു ഭാഗം ഇതാണ് കേട്ടോ. നല്ലൊരു കിടിലൻ സ്ട്രീറ്റാണ്. പിന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ പറയുമ്പം ആദ്യകാലത്തൊക്കെ ഇവിടെ പാകിസ്ഥാനി ഭയങ്കര ഇതുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലേ. വിഘടനവാദികൾ എന്താ പറയാ, നമ്മുടെ അവരെ പാകിസ്ഥാന്റെ ഫ്ലാഗ് ഒക്കെ അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല ചരിത്രം. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇപ്പം ലാൽ ചൗക്കൊക്കെ മാറി. പിന്നെ കാശ്മീർ ടോട്ടലി മാറി. ഇവിടെ ഈ 2024 ന്യൂ ഇയർ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആഘോഷം, നല്ല അടിപൊളി. കാരണം പൊതുവെ എനിക്കൊന്നും ഇതിനു മുമ്പ് ന്യൂ ഇയർ പരിപാടിയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇല്ല ഇത്തവണ എല്ലാം ടോട്ടലി മാറി നല്ല കെട്ടുക്കാച്ചിയാക്കി ആക്കിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാം. ഈ ശ്രീനഗറിലില്ലേ, കാശ്മീരൊക്കെ ഇപ്പൊ ടൂറിസ്റ്റുകൾ കുത്തനെ ഒഴുകി വരാൻ തുടങ്ങി. കാരണം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാശ്മീരൊന്നും ഇപ്പൊ പഴയ കാശ്മീരല്ലല്ലോ. കാശ്മീരിന്ന് പഴയ കാശ്മീരേ അല്ല. നല്ലൊരു കിടിലൻ പ്ലേസ്. അവിടെ ഒരു കൂട്ടം പ്രാവുകൾ അത്ര ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം, ഇത് വഴി പോവാം. ഈ കട ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ല, അതാണ് കാരണം. അതുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യായിരുന്നു, അതൊന്നും ഇല്ല. ഇതേ പ്രാവുകളൊക്കെ പറന്ന് പോകുന്നതാ, അവിടെ വന്നിരിക്കും അത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. മൊത്തം ആർമി കൺട്രോളാണ് ഈ ഒരു ഭാഗത്ത് മൊത്തം. നല്ല സൗഹൃദമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന്. പിന്നെ അവരുടെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. എല്ലാം എത്ര ആൾക്കാരാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടതാ. പിന്നെ ഇവിടെ ഇരിക്കേണ്ട നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങ് അവിടെ വരെയൊക്കെ നടന്നു പോവാം. രാത്രിക്ക് ഇവിടെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും, അതൊന്ന് വേറെ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചായ കുടിക്കായിരുന്നു അല്ലേ നവി? ഈ ഒരു തണുപ്പത്ത് ഒന്നും ഓപ്പൺ ആയില്ല. എനിക്കൊന്ന് എല്ലാവരും രാവിലെ ഉറങ്ങിയെണിക്കാൻ. ഇവിടെ രാവിലെ 7 മണി 7:30 ആവണം ഇരുട്ട് മാറി നല്ല ലെവലാവാൻ വേണ്ടിയിട്ട്. ആളുകൾ ഉറങ്ങിയെണിക്കാൻ ലേറ്റ് ആവുന്നു. എനിക്കൊന്ന് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒന്ന് ആക്റ്റീവായിട്ട് ഉണർന്ന് വരുള്ളൂ. അതെ. എന്തായാലും ഇതാണ് ഇതിന്റെ മെയിൻ ഒരു ഭാഗം കേട്ടോ. ഈ ഒരു ക്ലോക്ക് കാണുന്നില്ലേ ഈ ഒരു ഇവിടെ തന്നെ. അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ ശ്രീനഗർ സ്ക്വയർ ലാൽ ചൗക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. യെസ്, ഇനാഗുറേഷൻ ചെയ്തത്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോട്ടോ എടുക്കേണ്ട വേറൊരു ഇതും കൂടി ഉണ്ട്. ലാൽ ചൗക്ക് ഇവിടെയാണ് ഫോട്ടോ പോയിന്റ്. ഇവിടെ നല്ല ഫോട്ടോ എടുക്കാം. രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരാൾ പോലും ഇവിടുന്നില്ല. നല്ല സുഖത്തിൽ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് എന്താ പറയുക ഇവിടുന്ന് പോവാം. എന്തായാലും അടിപൊളിയായി. കാരണം ഞങ്ങൾ ശ്രീനഗറിൽ എത്തിയിട്ട് നമുക്ക് സ്നോ കാണുന്നതിനെക്കാട്ടും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ലാൽ ചൗക്കിലേക്ക് ഒന്ന് വരണം എന്നായിരുന്നു ഉണ്ടായിരുന്നു. എനിക്ക് ലാൽ ചൗക്ക് കാണുന്നത് എന്റെ ആഗ്രഹം പറയാം. എനിക്ക് ഇവിടെ ഇതിന്റെ മുന്നിൽ ഒന്ന് വരണം ഭയങ്കര സത്യം പറയാം. പണ്ട് വരാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ പേടി കാരണമാണ് വരാതിരുന്നത്. കാരണം നമുക്ക് ഓരോന്ന് കേൾക്കുന്നതല്ലേ, കാരണം അവിടെ പോയി ഇങ്ങനെയാവും അങ്ങനെയാവും. ഇവിടെ ഒരു ക്ലോക്ക് ടവർ കാണുന്നില്ലേ, അതിനെ പറയുന്ന പേര് ഗാന്ധഗർ എന്നാണ്. ആ ഒരു ഭാഗത്താണ് നമ്മൾ നേരത്തെ വന്നത്. അതായത് നമ്മുടെ ലാൽ ചൗക്കിനെ ഗാന്ധഗർ ആ ഒരു ക്ലോക്ക് ടവർ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ ഇന്ത്യൻ പതാക ഉയർത്തിയ കാര്യം 1992 ഇവിടെ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ആ സമയത്തും ഇവിടെ ദേശീയ പതാക ഉയർത്തുകയുണ്ടായി. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് സംഭവവികാസങ്ങൾ നടന്നൊരു പ്രധാന ഒരു സ്ഥലമാണ് ലാൽ ചൗക്ക് എന്ന് പറഞ്ഞത്. രാഷ്ട്രീയത്തിൻ്റെ ഉപരി എന്താ പറയുക, നമ്മുടെ ആ ഒരു ദേശീയ വികാരം ശരിക്കും നമുക്ക് ലാൽ ചൗക്കിൻ്റെ അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തന്നെ നമ്മൾ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ഒരുപാട് രാഷ്ട്രീയമൊക്കെ പറയേണ്ടി വരും. അപ്പം അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതാണ് ലാൽ ചൗക്ക് എന്ന് പറഞ്ഞത്. ഏതായാലും ലാൽ ചൗക്കിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് വീഡിയോ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ വേണ്ടി സാധിച്ചു. നമുക്ക് എന്താ പറയുക, ഒരു എനർജിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. തീർച്ചയായും ഇന്ത്യന്റെ ദേശീയ പതാക ഉയർത്തേണ്ട അടുത്ത് പിന്നെ വേറെ ഏതെങ്കിലും ദേശീയ പതാക നമ്മൾ ഉയർത്താൻ സമ്മതിക്കുമോ? ഉയർത്താൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ല. അവിടെ ഇന്ത്യൻ ഫ്ലാഗ് മാത്രമേ ഉയർത്താൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ ഈ പ്രാവുംകൂട്ടം എങ്ങോട്ടാ പോകുന്നത്? എവിടെയെല്ലാം ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ഇതാ ശ്രീനഗറിന്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഷൂട്ട് ചെയ്തത്. കാരണം ഞങ്ങൾ ആ ഒരു റൂമിന്റെ അതൊന്നും ജസ്റ്റ് കാണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലാൽ ചൗക്കിലേക്ക് മെയിനായിട്ട് വരിക എന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ആക്കിയത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാശ്മീർ ഒരുപാട് ടൂറിസ്റ്റ് ലൊക്കേഷൻ ഉണ്ട്. ഗുൽമാർഗ്, പഹൽഗാം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം നമ്മളൊരു കാശ്മീരിലേക്കായിട്ട് വന്നല്ല, നമ്മളൊരു ദീർഘമായ പല യാത്രകളും വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യുന്ന പല സ്ഥലങ്ങൾക്ക് നമ്മൾ പോകും. അതുപോലെ തന്നെ കാശ്മീരിലേക്ക് വീണ്ടും വരും. അതെ, നമ്മളെ മറ്റൊരു ട്രെയിൻ വരാനുണ്ട് നേരെ ശ്രീനഗറിലേക്ക്. അതായത് അറിയാമല്ലോ നിങ്ങൾക്ക്, ട്രെയിൻ നേരെ നമ്മളെ ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്നോഫാൾ പ്രഡിക്ഷൻ പറഞ്ഞത് 5-6 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുവരെ നമുക്ക് നിലവിൽ നിൽക്കാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പം സ്നോഫാൾ ഉണ്ടായിരിക്കാം. ഈ പറഞ്ഞ ശ്രീനഗറിൽ നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു സമയത്ത് ഇല്ല. നമുക്കതൊരു വള്ളക്കാണ്, കുഴപ്പമില്ല. അതെ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക്
മറുപടി ബൈ. ബൈ. ബൈ.